നിങ്ങളുടെ വീടുകൾ എപ്പോൾ വൃത്തിയാക്കിയാലും മണിക്കൂറുകൾക്കുള്ളിൽ അത് അലങ്കോലമായി കിടക്കുന്നുണ്ടോ? എങ്കിൽ പ്രശ്നം നിങ്ങളുടെ ക്ലീനിങ്ങിലല്ല, പകരം നിങ്ങളുടെ മനസ്സിനാണ്. നമ്മളിൽ പലരുടെയും പ്രധാനപ്പെട്ട ഒരു പരാതി എന്താണെന്നറിയോ? വീട് വൃത്തിയാക്കി വെക്കാൻ സമയം കിട്ടണില്ല, അല്ലെങ്കിൽ ഞായറാഴ്ച മുഴുവൻ വീട് വൃത്തിയാക്കി ഞാൻ മടുത്തു എന്നൊക്കെയാണല്ലേ. പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ തിരക്കു പിടിച്ച ദിവസങ്ങളിലോ അലങ്കോലമായി കിടക്കുന്ന ഒരു വീടാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നതെങ്കിൽ ആകെ മാനസിക സമ്മർദ്ദമാകും. എന്നാൽ മണിക്കൂറുകളോളം അധ്വാനിച്ച് വീട് വൃത്തിയാക്കുന്നതിന് പകരം വളരെ ലളിതമായ ചില ദിനചര്യകളിലൂടെ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിച്ചാലോ? അതെ, ജപ്പാനിലെ ആളുകൾ അവരുടെ വീടുകൾ എപ്പോഴും വളരെ ക്രമത്തോടെയും ശാന്തതയോടെയും കൂടെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന 6 ലളിതമായ ജപ്പാനീസ് ശീലങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള ക്ലീനിങ് ജോലികളല്ലാതെ തന്നെ നമ്മളെ വീട് എപ്പോഴും ഒരു റിസോർട്ട് പോലെ ശാന്തതയും വൃത്തിയുള്ളതുമായി സൂക്ഷിക്കാൻ ഈ ശീലങ്ങൾ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, ഈ ശീലങ്ങൾ നിങ്ങളുടെ വീടിനെ മാത്രമല്ല നിങ്ങളുടെ മനസ്സിനെയും ശാന്തമാക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ആ 6 ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. 1. വൺ ടച്ച് റൂൾ. നമ്മുടെ ആദ്യ ശീലം അത് വളരെ ലളിതമായ ഒന്നാണ്. അതായത് വൺ ടച്ച് റൂൾ എന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം അത് നമ്മൾ എവിടെ നിന്നാണോ എടുത്തത് അത് ഉപയോഗിച്ച ഉടൻ തന്നെ അത് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ തന്നെ തിരികെ വെക്കുക. അതായത് യൂസ്, റിട്ടേൺ, ഫിനിഷ്. നമുക്കൊരു സാധാരണയുള്ള ഒരു ശീലമുണ്ട്. ഓഫീസുകളിൽ നിന്നോ പുറത്തു നിന്നോ വന്നാൽ കൈകളിലുള്ള ബാഗ് സോഫയിലേക്ക് ഒരൊറ്റ ഏറാണ്. അല്ലെങ്കിൽ മേശപ്പുറത്ത് താക്കോൽ ഇട്ടേച്ചു പോകും. പിന്നീട് എടുത്തു വെക്കാമെന്ന് വിചാരിക്കും. ആ പിന്നീടെന്നത് ഒരിക്കലും നടക്കില്ല. അങ്ങനെ സോഫയിൽ ബാഗ്, കസേരയിൽ വസ്ത്രങ്ങൾ, മേശപ്പുറത്ത് താക്കോലും ബില്ലും. ദിവസത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ വീട് ആകെ അലങ്കോലമായി കിടക്കുന്നുണ്ടാകും. ഇവിടെയാണ് വൺ ടച്ച് റൂൾ നമ്മളെ സഹായിക്കുന്നത്. പുറത്തു നിന്ന് വന്നാൽ ബാഗ് സോഫയിലിടുന്നതിന് പകരം അത് വെക്കാൻ നിശ്ചയിച്ചിട്ടുള്ള അലമാരയിലോ ഹുക്കിലോ നേരിട്ട് കൊണ്ടുപോയി വെക്കുക. ജോലി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയാൽ അത് അപ്പോൾ തന്നെ അലമാരയിൽ മടക്കി വെക്കുക, അല്ലെങ്കിൽ അലക്കാനുള്ള കുട്ടയിലേക്കിടുക. ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ് മേശപ്പുറത്ത് വെക്കാതെ നേരിട്ട് സിങ്കിലേക്ക് കൊണ്ടുപോയി കഴുകി വെക്കുക. ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ പിന്നീട് ചെയ്യാം എന്ന ചിന്ത ഒഴിവാക്കി ആ ഒരൊറ്റ ടച്ചിൽ തന്നെ അതിൻ്റെ ജോലി പൂർത്തിയാക്കുക. ഇത് വെറും ഒരു ക്ലീനിങ് രീതി മാത്രമല്ല, മാനസികമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ അലക്ഷ്യമായിടുമ്പോൾ നമ്മളെ തലച്ചോറിന് അത് പിന്നീട് എടുത്തു മാറ്റണം എന്നൊരു ഭാരം നമ്മളെ മനസ്സിൽ കിടക്കും. അപ്പോൾ ഈ വൺ ടച്ച് റൂൾ വഴി ഈ ഒരു മാനസിക ഭാരം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ നോക്കിയാലോ? ജെൻകാൻ മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ ശീലം ജപ്പാനീസ് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ ജെൻകാൻ മൈൻഡ് സെറ്റാണ്. ജെൻകാൻ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് വീടുകളുടെ പ്രവേശന കവാടത്തിലുള്ള പ്രത്യേക സ്ഥലമാണ്. പുറത്തു നിന്ന് വരുന്നവർ അവിടെ ഷൂസുകളും ചെരുപ്പുകളും ഒക്കെ അഴിച്ചു വെക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലും പല വീടുകളിലുമുള്ള ശീലമാണെങ്കിലും ഇതിന് പിന്നിൽ 2 വലിയ വശങ്ങളുണ്ട്. 1 ശുചിത്വം, 2 മാനസികമായ മാറ്റം. ശുചിത്വം എന്നത് പുറം ലോകത്തെ പൊടിയും അഴുക്കുകളും ആയിരിക്കണമെന്ന് ബാക്ടീരിയകളുമാണ് നമ്മൾ ചെരുപ്പുകളിലൂടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. പ്രവേശന കവാടത്തിൽ തന്നെ ഷൂസ് അഴിച്ചു വെക്കുന്നതിലൂടെ ഈ അഴുക്കുകളൊന്നും വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കടക്കുന്നില്ല. വീട് സ്വാഭാവികമായി എപ്പോഴും വൃത്തിയായിരിക്കും. മാനസികമായ മാറ്റം വരുന്നത് ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് വെറും ഒരു ശാരീരിക പ്രവൃത്തിയല്ല. ജോലിസ്ഥലത്തെ ടെൻഷൻ, പുറത്തെ ഗതാഗതക്കുരുക്ക്, അന്നത്തെ ദിവസത്തെ മാനസിക സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം ആ പ്രവേശന കവാടത്തിൽ ചെരുപ്പിനോടൊപ്പം ഉപേക്ഷിച്ച് ശാന്തമായി സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. ഇത് നമുക്ക് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കിയാലോ? വീടിൻ്റെ മുൻവശത്ത് ഒരു ചെറിയ ഷൂ റാക്ക് സജ്ജീകരിക്കുക. അവിടെ ഒരു നല്ല മാറ്റം. വീടിനുള്ളിൽ മാത്രം ഉപയോഗിക്കാൻ വൃത്തിയുള്ള ഇൻഡോർ സ്ലിപ്പറുകളും നമ്മൾ കരുതുക. വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്തെ ചെരുപ്പ് ജൻകാനിൽ തന്നെ അഴിച്ചു വെക്കുകയും
എന്ന ലളിതമായ നിയമം വീടുകളിൽ എല്ലാവരും പാലിക്കുക. ഇതിലൂടെ പുറത്തെ ലോകത്തും നിങ്ങളുടെ വീട് തികച്ചും സമാധാനത്തിൻ്റെ ഒരിടമായി മാറും. ഇനി നമുക്ക് ആ മൂന്നാമത്തെ പോയിന്റ് നോക്കിയാലോ. മൂന്നാമത്തെ ശീലം മൊട്ടൈനി. മൂന്നാമത്തെ ശീലം ജപ്പാനീസ് തത്വചിന്തയായ മൊട്ടൈനി ആണ്. അതിൻ്റെ അർത്ഥം ഒന്നും പാഴാക്കരുത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിടരുത് എന്നാണ്. വീട്ടിൽ സാധനങ്ങൾ അനാവശ്യമായി കൂട്ടിയിടാതെ നമുക്ക് ശരീരത്തിൽ ഉപയോഗപ്രദമായതും ആവശ്യമുള്ളതുമായ സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ കാതൽ. നമ്മളിൽ പലരുടെയും വീട് ഡ്രോയറുകളും അലമാരകളും തുറന്നാൽ കാണാം 5 കൊല്ലം മുമ്പ് വാങ്ങിയ, ഇനി ഒരിക്കലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ, കേടായ ഇലക്ട്രോണിക്സ്, പഴയ വസ്ത്രങ്ങൾ ഒക്കെ നിറച്ചു വച്ചിരിക്കുന്നത്. എന്നെങ്കിലും ഇത് പ്രയോജനപ്പെടും എന്നു കരുതി നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം. ഇത് നമ്മുടെ വീടിൻ്റെ ക്ലട്ടർ കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. മൊട്ടൈനി തത്വമനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ള മറ്റൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഒരു വസ്തു ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കളയുമ്പോൾ ഇത്രയും നാൾ അത് നമുക്ക് തന്ന സേവനത്തിന് മനസ്സാ നന്ദി പറഞ്ഞ് അതിനോട് വിട പറയുക. കയ്യിലുള്ള ഓരോ സാധനത്തിൻ്റെയും യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക. വീട്ടിൽ സാധനങ്ങൾ കുറയുമ്പോൾ വൃത്തിയാക്കാൻ എടുക്കുന്ന സമയവും അധ്വാനവും പകുതിയായി കുറയും. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയാലോ. ഡെയിലി മൈക്രോ ക്ലീനിങ്. നാലാമത്തെ ശീലം എൻ്റെ ഏറ്റവും ഫേവറേറ്റായ ഒന്നാണ് ഡെയിലി മൈക്രോ ക്ലീനിങ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നത് എന്താണ്? തിങ്കൾ മുതൽ ശനി വരെ വീട് പകുതി വൃത്തികേടായി വെക്കും. എന്നിട്ട് ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ തുണിയും മപ്പും എടുത്തു തുടങ്ങും. ഞായറാഴ്ചത്തെ അവധി മുഴുവൻ പോയി കിട്ടും. ശരീരമാകെ തളരുകയും ചെയ്യും. എന്നാൽ ഡെയിലി മൈക്രോ ക്ലീനിങ് ചെയ്യുന്നത് ഒരു വലിയ ദിവസം ക്ലീനിങ്ങിനായി മാറ്റിവെക്കുന്നതിന് പകരം ദിവസവും 20 മുതൽ 30 സെക്കൻഡുകൾ മാത്രം നീളുന്ന ചെറിയ ചെറിയ ക്ലീനിങ് ജോലികൾ ചെയ്യുക എന്നതാണ്. ഇത് എങ്ങനെ പ്രായോഗികമാക്കാം എന്നൊന്ന് നോക്കിയാലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഡൈനിങ് ടേബിളിൽ ഒന്ന് തുടച്ചിടുക. അതിനെടുക്കുന്നത് വെറും 20 സെക്കൻഡ് മാത്രം. ചായ കുടിച്ച ശേഷം ആ പാത്രം എപ്പോൾ തന്നെ കഴുകി വെക്കുക. കുളി കഴിഞ്ഞ ശേഷം ബാത്റൂമിലെ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ചെറിയ വൈപ്പർ ഉപയോഗിച്ച് തറയിലെ വെള്ളം നീക്കം ചെയ്യുക. അടുക്കളയിൽ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും വീണാൽ ഉടൻ ഒരു തുണി ഉപയോഗിച്ച് തുടക്കുക. കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായി തോന്നാം. എന്നാൽ ഈ 20-30 സെക്കൻഡിൻ്റെ ചെറിയ പ്രവർത്തനങ്ങൾ കൂടിച്ചേരുമ്പോൾ വലിയൊരു വൃത്തിയായി മാറുന്നു. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീട് വളരെയധികം വൃത്തിയായി തന്നെ ഏത് സമയവും ഇരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കിയാലോ. ഐവറി ഐറ്റം നീഡ്സ് എ ഹോം. അതായത് അഞ്ചാമത്തെ ശീലം, വീട്ടിലെ ഓരോ സാധനത്തിനും കൃത്യമായ ഒരു വീട് അല്ലെങ്കിൽ സ്ഥാനം ഉണ്ടായിരിക്കണം. രാവിലെ ഓഫീസിൽ പോകാനിറങ്ങുമ്പോൾ താക്കോൽ എവിടെയെന്ന് തിരഞ്ഞു നടന്ന് സമയം കളഞ്ഞിട്ടുള്ളവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നഖം വെട്ടുന്ന കട്ടർ, TV റിമോട്ട്, ഫോൺ ചാർജർ എന്നിവ തിരയുന്നതിന് നമ്മൾ നിത്യേന കാണുന്ന കാര്യങ്ങളാണ്. സാധനങ്ങൾ കൃത്യമായ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. താക്കോലുകൾ വെക്കാൻ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ചെറിയ പാത്രമോ ഹുക്കോ വെക്കുക. അതുപോലെ തന്നെ ചാർജറുകളും കേബിളുകളും വെക്കാൻ ഒരു പ്രത്യേക ബോക്സ് തയ്യാറാക്കുക. ഷൂസുകൾക്ക് ഷൂ റാക്ക്, പുസ്തകങ്ങൾക്ക് ഷെൽഫ് എന്നിവ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ തയ്യാറാക്കി വെക്കുക. വീട്ടിലെ ഓരോ ചെറിയ സാധനത്തിനും ഇതാണ് ഇതിൻ്റെ സ്ഥലം എന്ന് നിശ്ചയിക്കുക. ഉപയോഗം കഴിഞ്ഞാൽ അത് തിരികെ അവിടെ തന്നെ വെക്കുക. ഇത് സാധനങ്ങൾ തിരഞ്ഞു സമയം കളയുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടുകയും എന്ന് മാത്രമല്ല വീട് എപ്പോഴും ഒരു ഓർഡറിലിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി അവസാനത്തേതും ആറാമത്തേതുമായ പോയിന്റ് ഒന്ന് നോക്കിയാലോ. വെർട്ടിക്കൽ സ്റ്റോറേജ് മാ. ആറാമത്തെയും അവസാനത്തെയും ശീലം അല്പം ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വെർട്ടിക്കൽ സ്റ്റോറേജ് ഒപ്പം എന്ന തത്വവും. നമ്മൾ സാധാരണയായി സാധനങ്ങൾ തറയിലോ
മേശപ്പുറത്തോ ആണ് അടുക്കി വെക്കുന്നത്. എന്നാൽ തറയിൽ സാധനങ്ങൾ നിറയുമ്പോൾ മുറിക്ക് വലിപ്പം കുറഞ്ഞെന്ന് നമുക്ക് തോന്നുകയും അലങ്കോലമായി തോന്നുകയും ചെയ്യും. ഇതിനു പകരം ജപ്പാനീസ് ശൈലിയിൽ ഭിത്തികളിൽ സ്റ്റോറേജിനായി ഉപയോഗിക്കുന്നു. അടുക്കളയിലും മുറികളിലും ഹൂക്കുകൾ, ഹാങ്ങിങ്സ്, ഓർഗനൈസറുകൾ, വാൾ ഷെൽഫുകൾ എന്നിവ ഉപയോഗിക്കുന്നു. സാധനങ്ങൾ തറയിൽ നിന്ന് ഭിത്തിയിലേക്ക് മാറ്റുമ്പോൾ തന്നെ തറയിലെ തടസ്സങ്ങൾ മാറുകയും ഫ്ലോർ ഏരിയ വിശാലമായിരിക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം ചേർത്തു പറയേണ്ട ഒന്നാണ് മ എന്ന ജപ്പാനീസ് തത്വം. മ എന്നാൽ ശൂന്യമായ സ്ഥലത്തിൻ്റെ സൗന്ദര്യം എന്നാണ് അർത്ഥമാക്കുന്നത്. വീട്ടിലെ എല്ലാ കോണുകളും സാധനങ്ങൾ കൊണ്ട് കുത്തി നിറക്കരുത്. കുറച്ചിടങ്ങൾ കാലിയായി ശൂന്യമായി വിടുക. സംഗീതത്തിൽ രണ്ട് സ്വരങ്ങൾക്കിടയിലുള്ള നിശബ്ദതയാണല്ലോ ആ പാട്ടിനെ ഭംഗി കൂട്ടുന്നത്. അതുപോലെയാണ് വീടിൻ്റെ അകത്തളങ്ങളിലെ നൽകുന്ന ഈ ശൂന്യത അല്ലെങ്കിൽ മ. ഇത് വീടിന് ഒരു കൂട്ടം വസ്തുക്കൾക്കപ്പുറം ശ്വസിക്കാനുള്ള ഇടം നൽകുകയും മനസ്സിന് വലിയൊരു ശാന്തത നൽകുകയും അത് തിരികെ നൽകുകയും ചെയ്യുന്നു. ഈ തത്വം വീടിന് മാത്രമല്ല ജീവിതത്തിനും ബാധകമാണ്. നമ്മുടെ തിരക്കേറിയ സമാധാനങ്ങളിൽ നിന്നും ഫോണിലെ അനാവശ്യ ഫോട്ടോകളിൽ നിന്നും അല്പം ശൂന്യത, അതായത് കൊണ്ടുവരുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ഈ 6 ലളിതമായ ജപ്പാനീസ് ശീലങ്ങൾ. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് 1 ടച്ച് റൂൾ, സാധനം എടുത്ത ഉടൻ തന്നെ തിരികെ വെക്കുക. 2 ജെൻകാൻ മൈൻഡ് സെറ്റ്, ചെരുപ്പ്, ടെൻഷൻ ഇവയൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് കയറുക. മൂന്നാമത്തേത് മട്ടൈന, ആവശ്യമില്ലാത്തവ നമ്മിൽ നിന്നും ഒഴിവാക്കുക. 4 ഡെയിലി മൈക്രോ ക്ലീനിങ്, ദിവസവും 20-30 സെക്കൻഡുള്ള ക്ലീനിങ്. എവരി ഐറ്റം നീഡ്സ് എ ഹോം, ഓരോ സാധനത്തിനും അതിൻ്റേതായ സ്ഥാനം നിശ്ചയിക്കുക. അതാണ് 5-മത്തേത്. ഇനി 6-മത്തേത് വെർട്ടിക്കൽ സ്റ്റോറേജ് ആൻഡ് തറ കാലിയാക്കുക, ശൂന്യതയുടെ ഭംഗി ആസ്വദിക്കുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം, ജപ്പാനീസ് രീതിയിൽ ക്ലീനിങ് എന്നത് ഒരു ഭാരമേറിയ പണിയല്ല, മറിച്ചത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. വീഡിയോയിൽ ഉപയോഗിക്കുന്ന ചില ലളിതമായ ഉപകരണങ്ങളായ ചെറിയ വൈപ്പറുകൾ, ക്ലീനിംഗ് തുണികൾ, ഹൂക്കുകൾ, ഷൂ റാക്കുകൾ എന്നിവ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ എളുപ്പമാക്കും. എന്നാൽ ഈ ഉപകരണങ്ങളെക്കാൾ ഉപരിയായി ഇവ കൃത്യമായി ഉപയോഗിക്കുന്ന ശീലമാണ് പ്രധാനം. ഈ 6 ശീലങ്ങളും ഒന്നിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് തുടങ്ങണമെന്നല്ല. ഏതെങ്കിലും 1-2 ശീലങ്ങൾ വെച്ച് ഇന്നു തന്നെ ആരംഭിക്കൂ. തീർച്ചയായും നിങ്ങളുടെ വീടിലും മനസ്സിലും വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്, നന്ദി.